പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തോഗണൽ ഫംഗ്ഷൻ ആൻഡ് ഫൊറിയർ സീരീസ് എന്നീ 5th ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ കാര്യം ഇന്നർ പ്രൊഡക്റ്റ് അല്ലെ, ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് രണ്ട് ഫംഗ്ഷൻ ഓർത്തോഗണൽ ആവുക, ദാറ്റ് ഈസ് ഓർത്തോഗണൽ ആൻഡ് ഓർത്തോനോർമൽ. ദാറ്റ് ഈസ് ഒരു രണ്ട് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ഇന്നർ പ്രൊഡക്റ്റിന്റെ ലാംഗ്വേജിൽ അത് എപ്പോഴാണ് ഓർത്തോഗണൽ എന്ന് പറയാം. ദാറ്റ് ഈസ് F1 F2 രണ്ട് ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഓർത്തോഗണൽ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇത്തരം ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ ഒരു സെറ്റിന്റെ അകത്ത് ആക്കി എഴുതി കഴിഞ്ഞാൽ ആ സെറ്റിലെ എലമെന്റ്സ് എല്ലാ ഫംഗ്ഷനും പരസ്പരം ഓർത്തോഗണൽ ആണെങ്കിൽ ഈ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ സെറ്റ് അല്ലെ. ഇപ്പൊ സെക്കൻഡ് മാറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നെ ഓർത്തോഗണൽ സെറ്റ്, അതുപോലെ തന്നെ ഓർത്തോനോർമൽ സെറ്റ്. എപ്പോഴാണ് ഒരു സെറ്റ് ഓർത്തോനോർമൽ എന്ന് പറയാം? അതിന്റെ സെറ്റിലുള്ള എല്ലാ ഇമേജിന്റെയും നോം, ദാറ്റ് ഈസ് നെക്സ്റ്റ് ഡെഫിനിഷൻ നമ്മൾ നോം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ എല്ലാം മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ നോം 1 ആണെങ്കിൽ അതിനെ ഓർത്തോനോർമൽ സെറ്റ് പറയും. അപ്പോൾ ഒരു സെറ്റിന്റെ അകത്ത് നമ്മൾ ഒരുപാട് ഫംഗ്ഷൻ F1 F2 F3 എക്സെട്ര എന്നീ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ Fi Fj ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷന്റെയും ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഈ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ സെറ്റ്. അതുപോലെ തന്നെ നോം Fi ഏതൊരു Fi എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ നോം 1 ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോനോർമൽ സെറ്റ്. അപ്പൊ ഓർത്തോനോർമൽ സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് കണ്ടീഷൻ ആഡ് ചെയ്യണം. ഒന്നാമത്തേത് അത് ഓർത്തോഗണൽ ആയിരിക്കണം, രണ്ടാമത്തെ നോം 1 ആയിരിക്കണം. ഇനി ഓർത്തോഗണൽ സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓർത്തോനോർമൽ സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോഗണൽ സെറ്റും ആവണം, അതുപോലെ തന്നെ അതിന്റെ എല്ലാ എലമെന്റ്സിന്റെയും നോം 1 ആവണം. ഇനി നമുക്ക് തുടർന്നുള്ള ടോപ്പിക്കിലേക്ക് വരാം. എപ്പോഴാണ് രണ്ട് ഫംഗ്ഷൻ ഓർത്തോഗണൽ ആവുക എന്നായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്ത് അല്ലെ. അതിന്റെ കുറച്ച് എക്സാമ്പിൾ ചെക്ക് ചെയ്തു. ഇനി ഡെഫിനിഷൻ ഉണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ എല്ലാം ഞാൻ പെട്ടെന്ന് എഴുതി പോവാം. എ സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഞാൻ φ1 ഓഫ് എക്സ് φ2 ഓഫ് എക്സ് എക്സെട്ര ഈ സെറ്റ് ടു ബി ഓർത്തോഗണൽ. നമ്മൾ തൊട്ട് മുന്നേ ഡിഫൈൻ ചെയ്തേ ഈ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഓർത്തോഗണൽ എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർവെല് AB എന്ന ഇന്റർവെല് ഓർത്തോഗണൽ എന്ന് പറയണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഇന്നർ പ്രൊഡക്റ്റ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കും, ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഈ ഒരു ഡയമണ്ട് ബ്രാക്കറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് പോവില്ല. ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് φn ഓഫ് എക്സ് φm ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ സെറ്റ്. തൊട്ട് മുന്നേ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഷോ that the set 1 cos x cos 2x etc is orthogonal set. On the interval minus pi to pi. Next, find norm of each function in the above orthonormal set. orthogonal set. Hence construct orthonormal set function. എന്താ പറയുന്നത്? ഒരു സെറ്റ് തന്നിട്ടുണ്ട് 1 cos x cos 2x എക്സെട്ര. ഈ സെറ്റ് ഓർത്തോഗണൽ സെറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. മാത്രമല്ല ഇതിന്റെ ഓരോന്നിന്റെയും
ഇതിലെ എല്ലാത്തിൻ്റെയും നോം കണ്ടുപിടിക്കണം. നെക്സ്റ്റ് നോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കറസ്പോണ്ടിങ് ഓർത്തോ നോർമൽ സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എന്താണ് ഓർത്തോഗണൽ സെറ്റ്? ആ സെറ്റിലെ ഏത് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെങ്കിലേ നമ്മൾ ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയുള്ളൂ, അല്ലേ? ദാറ്റ് ഈസ് സൊല്യൂഷൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കും. ഇതിലെ ഏത് രണ്ട് എലമെന്റിന്റെയും ഇന്നർ പ്രൊഡക്റ്റ് എടുക്കും. ഇത് ഇൻഫിനിറ്റ് സെറ്റാ. cos 2x cos 3x എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോണ സെറ്റാ. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് ജനറൽ ആയിട്ട് നമ്മൾ ചെയ്യാം? നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, 1ഉം ബാക്കി ഇതിലെ ഏത് എലമെന്റ് എടുക്കാം. അപ്പൊ ഇതിലെ ഏതൊരു എലമെന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, cos mx അല്ലെങ്കിൽ cos nx എന്ന് ചൂസ് ചെയ്യാം. ആ n 1 ആവുമ്പോൾ cos nx, ആ n 1 ആവുമ്പോൾ cos x ആയി, n 2 ആവുമ്പോൾ cos 2x ആയി, n 3 ആവുമ്പോൾ cos 3x. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, cos nx എന്ന് ഡിനോട്ട് ചെയ്യാം. കാരണം n നമുക്ക് വാരി ചെയ്യുമ്പോൾ ഇതിലെ ഓരോ എലമെന്റ് ഇട്ടു. നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് 0 എന്ന് തെളിയിക്കണം. അപ്പൊ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് 1ഉം ഇതിലെ ഏതെങ്കിലും ഒരു എലമെന്റ്. അപ്പൊ ജനറൽ ആയിട്ട് cos nx എടുത്താൽ മതി. therefore ഞാൻ 1 ഇന്നർ പ്രൊഡക്റ്റ് 1 cos nx എന്ന് എടുക്കാൻ പോവാം. ഓക്കെ, ദാറ്റ് ഈസ് എന്താ ഡെഫിനിഷൻ? ദാറ്റ് ഈസ് ഇന്റഗ്രൽ a to b. ഈ എയും ബി എന്താണ്? -π to π. ദാറ്റ് ഈസ് -π to π 1 into cos nx dx. That is this equal to integral -π to π cos nx dx. That is എന്താണ് cos nx ന്റെ ഇന്റഗ്രൽ? That is sin nx divided by n. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, -π to π. That is 1/n നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്തുണ്ട്? sin nπ മൈനസ് sin -nπ, അല്ലേ? x നമ്മൾ എന്ത് ചെയ്തു? പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. therefore ഞാൻ ഇവിടെ എഴുതാം, therefore 1/n sin nπ എന്താണ്? sin -x. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു sin x എന്നുള്ളത് ഈ ഓഡ് ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് sin -x നമുക്ക് എങ്ങനെ എഴുതാം? -sin x എന്ന് എഴുതാം. therefore sin -nπ നെ നമുക്ക് മൈനസ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് പ്ലസ് ആയി. ദാറ്റ് ഈസ് sin nπ ആയി. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, sin nπ n ഏത് നമ്പറും ആയിക്കോട്ടെ, ഏത് ഇൻഡിജറും ആയിക്കോട്ടെ, 1 ആവാം, 2 ആവാം, 3 ആവാം, 0 ആവാം, -1 ആവാം, -2 ആവാം, n ഏത് ഇൻഡിജർ ആണെങ്കിലും ഇവിടെ n എന്താണ്? n വരുന്നത് 1 2 3 4 5 ഇൻഡിജർ ആണ്, അല്ലേ? കാരണം cos nx ലെ n എന്താണ്? 1 2 3 4. അപ്പോൾ ആ cos nx നെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ആ n എന്താണ്? ഇൻഡിജർ ആണ്. ദാറ്റ് ഈസ് സൈൻ ഏത് nπ, n ഇൻഡിജർ ആണെങ്കിൽ സൈൻ ഏത് nπ യും 0 ആണ്. നിങ്ങൾ ഗ്രാഫ് എടുത്ത് നോക്കുക, സൈനിന്റെ ഗ്രാഫ് എടുത്ത് നോക്കുക. സൈൻ π എന്താ? 0. സൈൻ 2π എന്താ? 0. സൈൻ 3π എന്താ? 0. സൈൻ 4π എന്താ? ഏത് nπ എടുത്തു കഴിഞ്ഞാലും 0 ആണ്. therefore ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് സൈൻ 2 1/n 2 into sin nπ എന്ന് എഴുതാം. കാരണം sin nπ plus sin π 2 sin nπ ആണ്. therefore this equal to എന്താണ്? 0 ആണ്. therefore 1 cos x 1ഉം cos x ഉം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? n എന്തോ ആയിക്കോട്ടെ, n ജനറൽ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തേ. അപ്പോൾ 1ഉം cos x ഉം ഓർത്തോഗണലാണ്, 1ഉം cos 2x ഉം ഓർത്തോഗണലാണ്, 1ഉം cos 3x ഉം ഓർത്തോഗണലാണ്, 1ഉം ഏതെടുത്തു കഴിഞ്ഞാലും ഓർത്തോഗണലാണ്. അപ്പൊ നമ്മൾ 1 വെച്ചെങ്ങാണ്ട് ഇതിൽ ഏതെടുത്തു കഴിഞ്ഞാൽ ഓർത്തോഗണലാണ് എന്ന് പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ്, ഇതിലെ ഏതെങ്കിലും രണ്ട് എലമെന്റ് എടുക്കാം. ഒരു cos x ഉം cos 2x എടുക്കാം, അല്ലെങ്കിൽ cos x ഉം cos 3x ഉം എടുക്കാം, അല്ലെങ്കിൽ cos 2x ഉം cos 3x എടുക്കാം, ഏതും എടുക്കാം, അല്ലേ? അതിനെയും നമുക്ക് ജനറലൈസ് ചെയ്യാം. എങ്ങനെ ജനറലൈസ് ചെയ്യാം? ദാറ്റ് ഈസ് cos, ഞാൻ ഇതിലെ cos nx എടുത്തു, അടുത്തത് cos mx എടുത്തു. ഈ n-ഉം m-ഉം ഈക്വൽ ആകാൻ പറ്റുമോ? ഇതിലെ ഏതെങ്കിലും ഏത് രണ്ട് എലമെന്റ് എടുക്കാം, അല്ലെ? അപ്പോ ഫസ്റ്റ് ഒന്നാമത്തെ n-ഉം m-ഉം ഈക്വൽ അല്ലെങ്കിൽ, n-ഉം m-ഉം ഈക്വൽ ആവാം, അല്ലെ? cos x ഉം cos x ഉം ആവാം. പക്ഷെ അത് നമ്മൾ 0 ആവണം എന്നില്ല. കാരണം ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷന്റെയും ഇന്നർ പ്രൊഡക്റ്റ് 0 എന്ന് പറഞ്ഞു. അപ്പോ cos n-ഉം m-ഉം എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് വേർ n not equal to m. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ -π to π cos
കോസ് എൻ എക്സ്, നെക്സ്റ്റ് കോസ് ഇ എം എക്സ് ഡി എക്സ്. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഇതിൻ്റെ തൊട്ട് മുന്നേ, ഈ ഇൻ്റഗ്രേഷൻ പറയുന്നതിന് മുന്നേ കുറച്ച് റിസൾട്ടും കൂടി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഓഡ് ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷൻ, അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് റിസൾട്ടാണ് കോസ് ഇ എക്സ് കോസ് ഒ വൈ, ഇതിൻ്റെ അല്ലെങ്കിൽ കോസ് എ കോസ് ബി, ഇതിൻ്റെ എക്സ്പാൻഷൻ. കോസ് എ കോസ് ബി, അതുപോലെ തന്നെ സൈൻ എ സൈൻ ബി, അതുപോലെ തന്നെ കോസ് എ സൈൻ ബി. ഈ മൂന്നിൻ്റെയും എക്സ്പാൻഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത്തരം ഇൻ്റഗ്രലിൽ ഇപ്പോൾ ഇവിടെ കോസ് എൻ എക്സ് കോസ് എം എക്സ് ഇത് ഈ ഫോമിലാണല്ലേ, കോസ് എ കോസ് ബി എന്ന ഫോമില. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യും. എങ്ങനെ റീപ്ലേസ് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മനപ്പാഠം ആക്കണമെന്നില്ല, ആവശ്യം വരുമ്പോൾ നിങ്ങളെടുത്ത് അത് ഉപയോഗിക്കുക. കോസ് എ കോസ് ബി സൈൻ എ സൈൻ ബി, ഈ രണ്ട് റിസൾട്ട് എവിടുന്ന വരുന്നത്? കോസ് എ പ്ലസ് ബി. എന്താണ് കോസ് എ പ്ലസ് ബി? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഈ റിസൾട്ടിൽ നിന്നാണ് കോസ് എ കോസ് ബി സൈൻ എ സൈൻ ബി എന്ന് വരുന്നത് അല്ലേ? അതിലെ കോസ് എ കോസ് ബി ആണ് ഇവിടെ. അതേപോലെ അടുത്ത റിസൾട്ട് കോസ് എ മൈനസ് ബി, അതിലും കോസ് എ കോസ് ബി ആണ്. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അപ്പൊ ഈ രണ്ട് റിസൾട്ട് കിട്ടുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ഈ ഫസ്റ്റ് ഒന്നാമത്തെ ഇക്വേഷൻ, ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ, ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം ടേം അല്ലേ? പക്ഷേ നെഗറ്റീവ് പ്ലസ് ആണ്, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 2 ടൈംസ് ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് കോസ് എ കോസ് ബി എന്ന് വരും. 2 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? ദാറ്റ് ഈസ് 1/2 കോസ് എ പ്ലസ് ബി, നെക്സ്റ്റ് പ്ലസ് കോസ് എ മൈനസ് ബി അല്ലേ? ഒന്നുകൂടി പറയാം. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 എന്ത് വരും? ദാറ്റ് ഈസ് കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി, നെക്സ്റ്റ് ഈക്വൽ ടു 2 ടൈംസ് കോസ് എ കോസ് ബി. കാരണം ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, ബാക്കി ഇത് 2 ടൈംസ് വരും. കോസ് എ കോസ് ബി പ്ലസ് കോസ് എ കോസ് ബി, ദാറ്റ് ഈസ് 2 കോസ് എ കോസ് ബി. 2നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? ഈ ഒരു ടേം കിട്ടി. അപ്പോൾ രണ്ടാമത്തെ റിസൾട്ട് കിട്ടണമെങ്കിലോ 2 മൈനസ് 1 ചെയ്താൽ മതി അല്ലേ? രണ്ടാമത്തിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെയിം ടേമാണ് അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ എന്ത് വരും? ഇത് മൈനസ് മൈനസ്, ദാറ്റ് ഈസ് 2 ടൈംസ് എന്ന് വരും. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈ 2 ടൈംസ് സൈൻ എ സൈൻ ബി ഈക്വൽ ടു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. ദാറ്റ് ഈസ് 1/2. ഞാൻ ഇവിടെ ഇത് എങ്ങനെ കിട്ടിയ? ഇത് 1 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഇനി 2 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 മൈനസ് 1, ദാറ്റ് ഈസ് ഇവിടെ ഇത് നോക്കിയാൽ മതി. ഇത് മൈനസ് ചെയ്ത് പോകും. ഇതേ മൈനസ് മൈനസ്, ദാറ്റ് ഈസ് ഇത് 2 ടൈംസ് വരും. ഇത് 2 ടൈംസ് വരും. Therefore sin A, okay, that is cos A minus B minus cos A plus B, that is this equal to 2 times sin A sin B. Therefore ഇവിടെ എങ്ങനെ എഴുതാം? ഈ 2നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ that is 1/2 cos A minus B, next minus cos A plus B. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നോളൂ. നെക്സ്റ്റ് അതുപോലെ തന്നെ കോസ് എ സൈൻ ബി, ഇത് എവിടുന്ന കിട്ടുക? സൈൻ എ പ്ലസ് ബി സൈൻ എ മൈനസ് ബി, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എ പ്ലസ് ബി സൈൻ എ മൈനസ് ബി, അത് രണ്ടും ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. കാരണം നമുക്ക് ഈ ചാപ്റ്ററിൽ ഫോറിയർ സീരീസിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇത്. നെക്സ്റ്റ് എന്താണ്? സൈൻ എ പ്ലസ് ബി. സൈൻ എ പ്ലസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അതുപോലെ തന്നെ കോസ് എ മൈനസ് ബി, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി അല്ലേ? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ പോലെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. ഇത് 2 ടൈംസ് വരും. ആ 2നെ ഇങ്ങോട്ട് എടുത്താൽ മതി. ദാറ്റ് ഈസ് 1/2 സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ
എ മൈനസ് ബി. അപ്പൊ ഈ 3 റിസൾട്ട് കാണാതെ മനപ്പാടം ആക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എക്സാം ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഇതെടുത്ത് ഒന്നെങ്കിൽ ഡെറൈവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് എയുടെ സ്ഥാനത്ത് എൻ എക്സ് അല്ലെ, എന്താണ് ബിയുടെ സ്ഥാനത്ത് എം എക്സ്. therefore നമുക്ക് റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos a cos b, cos a cos b, that is a plus b, a minus b, that is 1/2 integral minus pi to pi. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? cos a cos b എന്താണ്? cos a plus b, that is cos nx plus mx. next plus cos nx minus mx dx. ഓക്കെ, ഞാൻ ഇതെല്ലാം നിറേസ് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും ഒരു പക്ഷേ എന്നിരുന്നാലും സ്റ്റാറ്റിക് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. that is this equal to 1/2 minus pi to pi. next cos, നമുക്ക് ഇവിടെ x പുറത്തേക്ക് എടുക്കാം, that is n plus m x plus next cos ഇവിടെയും n minus m x നമുക്ക് പുറത്തേക്ക് എടുക്കാം into dx. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? that is ഇനി സിമ്പിൾ ആണ്. cos n plus ഇതൊരു കോൺസ്റ്റന്റ്, n plus m പറഞ്ഞ കോൺസ്റ്റന്റ്, cos സം kx കിടക്കുന്ന പോലെയാണ്, ഇതും ഒരു കോൺസ്റ്റന്റ്. therefore ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1/2 sin n plus m x divided by, നമ്മൾ sin 2x ന്റെ ഇന്റഗ്രൽ എങ്ങനെ വരും? sin 2x ന്റെ ഇന്റഗ്രൽ that is cos 2x divided by ഈ 2 എന്ന് എഴുതും അല്ലേ? ഇവിടെ എന്താണ് കോൺസ്റ്റന്റ്? ഡിവൈഡ് ബൈ 2 എന്ന് എഴുതും. therefore ഇവിടെയും n plus m അല്ലേ? sin, that is cos ന്റെ sin n plus m into x divided by n plus m plus അതുപോലെ തന്നെ ഇവിടെയും that is cos ന്റെ sin n minus m into x divided by n minus m. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? that is minus pi to pi എന്ന് എഴുതാം. ഓക്കെ, that is this equal to, ഞാൻ ഇതെല്ലാം ഒന്ന് റേസ് ചെയ്യണേ. that is this equal to അപ്പർ ലിമിറ്റ് കൊടുക്കാം അല്ലെ? ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കാം, ഇവിടെയും അപ്പർ ലിമിറ്റ് കൊടുക്കണം, നെക്സ്റ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണം. that is 1/2 sin n plus m. n എന്താ? ഒരു ഇന്റിജർ. m എന്താ? വേറൊരു ഇന്റിജർ. that is some integer pi അല്ലെ? sin some integer pi divided by n plus m plus ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin n minus m pi divided by n minus 1 അല്ലെ? അപ്പർ ലിമിറ്റ് minus lower limit, that is sin en plus em into minus pi. next plus sin n minus em into minus pi divided by, ഇവിടെ minus divided by n minus n plus m ഉണ്ട്, ഇവിടെയും n minus m ഉണ്ട്. എന്താ വരിക? ഇത് sin ഏത് ഇന്റിജർ പൈ എടുത്തു കഴിഞ്ഞാലും 0 ആണ് അല്ലേ? അതെയും അപ്പൊ ഈ ടേം എന്ത് വരും? 0 വരും, ഈ ടേമും 0 വരും, ഈ ടേമോ ഈ മൈനസ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഈ ടേം തന്നെ വരിക അല്ലേ? that is ഈ ടേമും 0 വരും, ഈ ടേമും 0 വരും. that is കംപ്ലീറ്റ് പ്രൊഡക്റ്റും അഡീഷനും കംപ്ലീറ്റ് എന്ത് വരും? 0 വരും. that is ഇന്നർ പ്രൊഡക്റ്റ് ഈക്വൽ ടു 0. എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഇതിലെ ഈ സെറ്റിലെ ഏത് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതെന്താണ്? അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 എന്ന് കിട്ടി. therefore ഈ സെറ്റ് എന്താണ്? ഓർത്തോഗണൽ സെറ്റാ. ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയാൻ പറ്റും, ഓർത്തോ നോർമൽ സെറ്റ് എന്ന് പറയാൻ പറ്റും, കാരണം നോം നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നോം ചെക്ക് ചെയ്യാം, ഓരോ എലമെന്റിന്റെയും നോം ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ 1ന്റെ നോം നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ 1 എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് അല്ലേ? ഈ ഒരു ഫംഗ്ഷൻ ആണ്, ദാറ്റ് ഈസ് y ഈക്വൽ ടു 1. ഈ ഒരു ഫംഗ്ഷന്റെ നോം നമുക്ക് ചെക്ക് ചെയ്യാം. cos x ന്റെ നോം ചെക്ക് ചെയ്യണം, cos 2x, ഇങ്ങനെ ഓരോന്നിന്റെയും നോം ചെക്ക് ചെയ്യണം. പക്ഷേ 1ന്റെ നോം നമുക്ക് ചെക്ക് ചെയ്യാം, പക്ഷെ ഇതിന്റെ നോം നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ ചെയ്ത് cos nx ന്റെ നോം ചെക്ക് ചെയ്താൽ മതി. n വാല്യൂ ചെയ്യുമ്പോൾ അതിൽ ഓരോന്നിന്റെയും നോം കിട്ടും. ഓക്കെ, എന്തിനാണ് നോം ചെക്ക് ചെയ്യാൻ പറഞ്ഞത്? നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് ദി സെറ്റ് 1 cos x cos 2x etc ഓർത്തോഗണൽ സെറ്റ് ഓൺ ദി ഇന്റർവൽ. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളൂ.
രണ്ടാമത് എന്തുണ്ട്? ഫൈൻഡ് നോം ഓഫ് ദി ഈച്ച് ഫംഗ്ഷൻ ഇൻ ദി ഓർത്തോഗണൽ സെറ്റ്. ഈ ഓർത്തോഗണൽ സെറ്റിലെ ഓരോ ഫംഗ്ഷന്റെയും നോം നമുക്ക് കണ്ടുപിടിക്കും. നോം പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലെ? എന്താണ് നോം? NORM. ദാറ്റ് ഈസ് ഒരു യു എന്ന ഫംഗ്ഷന്റെ നോം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോം ഇതിന്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ് നോം യു ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് യു കണ്ടുപിടിക്കുക, അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റൂട്ട് ഓഫ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് നോം. അപ്പൊ നമുക്ക് ഇതിലെ ഓരോ ഫംഗ്ഷൻ എടുത്ത് അതിന്റെ നോം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വണ്ണിന്റെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന്റെ ഓരോന്നും കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക് ജനറലി ഇത് കോസ് NX കണ്ടുപിടിക്കാം. ഓക്കെ, എന്താണ് വണ്ണിന്റെ നോം? ദാറ്റ് ഈസ് നോം 1. ഇങ്ങനെ എഴുതിയാൽ മതി. നോം 1 that is this equal to inner product minus pi to pi. Next 1 into 1 അല്ലേ? എന്താണ് നോം? ഞാൻ നോം 1 എന്നും കൂടി ഡെഫിനിഷൻ എഴുതാം. ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് 1 റൂട്ട് 1 that is root 2 അല്ലെങ്കിൽ ഓൾ പവർ 1/2 അല്ലേ? റൂട്ട് 2 അല്ലെങ്കിൽ ഓൾ പവർ 1/2. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? ഇന്നർ പ്രൊഡക്റ്റ് മൈനസ് പൈ ടു പൈ 1 ഇൻറ്റു നെക്സ്റ്റ് കോസ് 1 into 1 അല്ലേ? 1 into 1 into dx all power 1/2 എന്ന് എഴുതിയാൽ മതി അല്ലേ? ദാറ്റ് ഈസ് മൈനസ് പൈ ടു പൈ നെക്സ്റ്റ് 1 dx ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? x എന്ന് വരും. എക്സിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് മൈനസ് പൈ ടു പൈ ദാറ്റ്സ് ഈക്വൽ ടു പൈ മൈനസ് പൈ ദാറ്റ്സ് ഈക്വൽ ടു 2π. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷന്റെ നോം എന്താണ്? 2π അല്ലേ? Therefore വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ അപ്പൊ ഒന്നാമത് 1 എന്ന ഫംഗ്ഷന്റെ നോം എന്താണ്? 2π ആണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. നെക്സ്റ്റ് അപ്പോൾ 1ന്റെ നോം 1 ദാറ്റ്സ് ഈക്വൽ ടു 2π. ഇനി ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷന്റെയും നോം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ജനറലൈസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? കോസ് NXന്റെ n വാരി ചെയ്യുമ്പോൾ ഓരോ ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് കോസ് NXന്റെ നോം നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് നോം കോസ് NX that is this equal to inner product cos NX cos NX all power 1/2 അല്ലേ? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു. ഓക്കെ, ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അല്ലേ? ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചുള്ളൂ. പക്ഷെ നോം എന്തുണ്ട്? ഇതിന്റെ റൂട്ട് ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് റൂട്ട് 2π. 1/2 എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട്, സ്ക്വയർ റൂട്ട് എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നോം 1 പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 2π. ഇനി നെക്സ്റ്റ് കോസ് NXന്റെ നോം that is cos NX integrate minus pi to pi cos NX into dx all power 1/2 അല്ലേ? that is this equal to minus pi to pi cos NX all square dx അല്ലേ? അതിന്റെ all power 1/2 that is this equal to minus pi to pi cos square NX എന്ന് എഴുതാം അല്ലേ? cos square x എന്താ? cos square x തന്നെ. that is cos x whole square പറഞ്ഞു കഴിഞ്ഞാൽ cos square x തന്നെയാണ്. അപ്പോൾ cos NX whole square പറഞ്ഞു കഴിഞ്ഞാൽ cos square NX തന്നെയാണ് അല്ലേ? into dx all power 1/2 that is this equal to നമുക്കറിയാം റിസൾട്ട് നമുക്കറിയാം. എപ്പോഴും ആവശ്യമുള്ള 3 റിസൾട്ട് കൂടി ഞാൻ എഴുതി തരാൻ പോവാണ്. ഒന്നാമത്തെ sin 2x. എന്താണ് sin 2x? sin 2 that is 2 sin x cos x. അതുപോലെ തന്നെ cos 2x ന്റെ രണ്ട് റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ 2 cos square x -1, രണ്ടാമത്തെ cos 2x equal to അതുപോലെ തന്നെ 1 - 2 sin square x. ഒരു റിസൾട്ടും കൂടി cos 2x equal to cos square x minus sin square x. ഈ 4 റിസൾട്ട് എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള റിസൾട്ടാണ്. മാത്തമാറ്റിക്സിന് മാത്രമല്ല, എവിടെയും ഇത് കഴിഞ്ഞിട്ടുള്ള എവിടെ തുടർ പഠനത്തിൽ എവിടെയും ആവശ്യമുള്ള റിസൾട്ടാണ് ട്രിഗണോമെട്രിയിലെ ഈ 4 റിസൾട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ എഴുതി വെക്കണം. സൈൻ എ, കോസ് ബി, അതുപോലെ തന്നെ കോസ് എ, കോസ് ബി, അതുപോലെ തന്നെ സൈൻ എ, സൈൻ ബി. ഇത് ഈ 3 റിസൾട്ട് പ്ലസ് ഈ 4 റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എപ്പോഴും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് therefore ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ഇവിടെ പറ്റില്ല അല്ലെ? cos square NXന്റെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ഇവിടെ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിലെ cos square Xന്റെ ടേമിലേക്ക് മാറ്റും. that is 2 cos square X. ഈ റിസൾട്ടിൽ നമുക്ക് എന്ത് എഴുതാം? that is 2 cos square X equal to 1 plus
cos 2x എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് cos square x equal to 1 plus cos 2x divided by 2 എന്ന് എഴുതാം അല്ലേ. അവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ nx വന്നേ ഉള്ളൂ അല്ലേ. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ nx വന്നു. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ nx കൊടുത്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു -π to π cos nx whole square, that is cos square nx, that is equal to 1 plus cos 2 into nx അല്ലേ. എക്സിന്റെ സ്ഥാനത്ത് nx ആണ്, divided by 2 into dx. That is this equal to integral -π to π 1 plus 1/2 plus next cos 2 nx divided by 2 അല്ലെങ്കിൽ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം, ഒന്നുകൂടി സിമ്പിൾ ആക്കി എഴുതാം. That is 1/2 next integral -π to π ബാക്കി 1 plus cos 2 nx into dx integrate ചെയ്യാം. That is 1/2 into 1ന്റെ x plus cos 2 nx ന്റെ sin 2 nx divided by 2n അല്ലേ. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -π to π. തൊട്ട് മുന്നത്തെ പോലെ ഇവിടെ ഈ 2n നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണില്ല അല്ലെ. എക്സിന് മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പൊ 2n into π ചെയ്ത് കഴിഞ്ഞാലും മൈനസ്, അപ്പൊ ഈ ഒരു ടേമിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. sin 2nπ, ഈ സൈൻ ഏത് പൈയും ഇൻറ്റിജർ ആണെങ്കിൽ ഏത് പൈയും 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ഒരു മൈനസ് പുറത്ത് വരുന്നേ ഉള്ളൂ, അപ്പോഴും 0 ആണ്. അപ്പൊ ഈ ടേം കംപ്ലീറ്റ് 0 വരും. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ദാറ്റ് ഈസ് 1/2 എക്സിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഉള്ളൂ അല്ലെ. ദാറ്റ് ഈസ് -π to π മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 1/2 π minus -π, ദാറ്റ് ഈസ് π plus π എന്ന് വരും. ദാറ്റ് ഈസ് 2π എന്ന് വരും. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി π അല്ലേ. പക്ഷെ ഇതിന്റെ എന്താ നമുക്ക് എടുക്കേണ്ടത്? ആ 1/2 എടുക്കാൻ എപ്പോഴും വിട്ടുപോകും. ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഇതിന്റെ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓൾ പവർ 1/2 ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ഇതിന്റെ ഓൾ പവർ 1/2 ആണ്. അപ്പൊ ലാസ്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 1/2 റൂട്ട് എടുക്കണം അല്ലേ. ദാറ്റ് ഈസ് ഇതിന്റെ പവർ 1/2, ദാറ്റ്സ് ഈക്വൽ ടു ഇതിന്റെ പവർ 1/2, ദാറ്റ് ഈസ് √π. പവർ 1/2 പറഞ്ഞാൽ എന്താ? √π. അപ്പോൾ എന്താ കിട്ടിയത്? ഓരോ ടേമിന്റെയും നോം നമ്മൾ കണ്ടുപിടിച്ചു. എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല അല്ലെ. ആൻസറിൽ എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എന്നിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. therefore കംപ്ലീറ്റ് ആൻസർ കിട്ടി അല്ലെ. കംപ്ലീറ്റ് ആൻസർ കിട്ടി. എന്താണ് നമ്മൾ 1 cos x ഏതായിരുന്നു സെറ്റ്? 1 cos x, cos 2x, cos 3x എക്സെട്ര ഇതായിരുന്നു സെറ്റ് അല്ലേ. അപ്പോൾ ഇതിന്റെ നോം എന്തായിരുന്നു? √2π അല്ലെ. √2π. ഇതിന്റെ നോമോ √π. ഇതിന്റെ നോമോ √π. ഇതിന്റെ നോമോ കാരണം നമ്മൾ ജനറൽ ചെയ്ത് കണ്ടുപിടിച്ചു. cos nx ന്റെ നോം ജനറൽ ചെയ്ത് കണ്ടുപിടിച്ചു. therefore ഇത് ഓർത്തോഗണൽ സെറ്റ് എന്ന് ആൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇത് ഓർത്തോ നോർമൽ സെറ്റ് ആവണമെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ നോം എന്തായിരിക്കണം? 1 ആയിരിക്കണം. നമ്മൾ സാധാരണ വെക്ടർ ഇങ്ങനെ എപ്പോഴും നമ്മൾ യൂണിറ്റ് വെക്ടർ ആക്കുക, ആ വെക്ടറിനെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പൊ ഇതിനെ ഓർത്തോ നോർമൽ നോം 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിലെ ഓരോ ഫംഗ്ഷന്റെയും നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. therefore ഓർത്തോ നോർമൽ സെറ്റ് ഈക്വൽ ടു എന്താണ്? 1 divided by √2π അല്ലെ. നെക്സ്റ്റ് cos x divided by √π, നെക്സ്റ്റ് cos 2x divided by √π എക്സെട്ര. ഇതാണ് എന്ത്? ഓർത്തോ നോർമൽ സെറ്റ്. ഓക്കെ, ഇതാണ് ഓർത്തോ നോർമൽ സെറ്റ്. നെക്സ്റ്റ് ഓർത്തോഗണൽ സീരീസ് എക്സ്പാൻഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഓർത്തോഗണൽ സീരീസ് എക്സ്പാൻഷൻ. ഞാൻ ഒരു ഫംഗ്ഷന്റെ സെറ്റ് എടുക്കാൻ പോവാ. ദാറ്റ് ഈസ് φn ഓഫ് എക്സ്. ഈ φn ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ n വാരി ചെയ്യുമ്പോൾ ഇതിന്റെ മീനിങ് ഇതാണ്. n 1 കൊടുക്കുമ്പോൾ φ1 ഓഫ് എക്സ് വരും, n 2 കൊടുക്കുമ്പോൾ φ2 ഓഫ് എക്സ് വരും, n 3 കൊടുക്കുമ്പോൾ φ3 ഓഫ് എക്സ് വരും. അപ്പോൾ
ഇതിന് സീക്വൻസ് ഓഫ് ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറയാം. അഥവാ നമുക്ക് അതിൽ എന്നിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോഴേ നമുക്ക് ഓരോ ഫംഗ്ഷൻ കിട്ടും അല്ലേ. അപ്പൊ ഞാൻ ഒരു സെറ്റ് എടുക്കാൻ പോവാണ് ഫൈ എൻ ഓഫ് എക്സ്. അപ്പോൾ ഫൈ എൻ ഓഫ് എക്സിൽ എത്ര എലമെന്റ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് നമ്പർ. ഒരു എലമെന്റ് അല്ല ഇത്, എന്ന് വാരി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓരോ എലമെന്റ് കിട്ടും. ദാറ്റ് ഈസ് ഒരു ഇൻഫൈനൈറ്റ് എലമെന്റ് ആണ് അല്ലെ, ഇൻഫൈനൈറ്റ് എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആണ്. ദാറ്റ് ഈസ് സപ്പോസ് ഡെഫിനിഷൻ എഴുതാം. സപ്പോസ് phi n of x be an infinite orthogonal set, of non-zero function on an interval AB for any integrable function f of x defined on the interval capital AB. We can write f of x equal to c naught phi naught of x plus c1 phi 1 of x plus c2 phi 2 of x plus etc. പറയുന്നത് നമുക്കൊരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫൈനൈറ്റ് ഓർത്തോഗണൽ സെറ്റിന്റെ ഒരു കളക്ഷൻ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് എലമെന്റ് n ഈക്വൽ ടു 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. phi of x, phi naught of x, phi 1 of x, phi 2 phi. ഇതെല്ലാം ഓർത്തോഗണൽ സെറ്റ് ആണെങ്കിൽ, എവിടെ ദ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ഫംഗ്ഷൻ ആണ്. എന്താ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എപ്പോഴാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക, അത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ അല്ലെ, കണ്ടിന്യൂസ് ആവുന്ന ഫംഗ്ഷനെ നമുക്ക് നോർമൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സ് നമ്മൾ ഈ ഇന്റർവെല്ലിൽ എടുക്കാൻ പോവാണ്. അപ്പോൾ കാരണം ഈ ഒരു ചാപ്റ്റർ ഇത്തിരി തിയറി ഓറിയന്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കുറച്ച് തിയറി ഞാൻ പറയുന്നത് തിയറി ഓറിയന്റഡ് ആയതുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു സെറ്റ് എടുത്തു. ആ സെറ്റിൽ ഇൻഫൈനൈറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഇതിലെ എല്ലാ എലമെന്റ്സും ഓർത്തോഗണൽ ആണ്, അഥവാ ഇത് ഓർത്തോഗണൽ സെറ്റ് ആണ്. ആ സെറ്റിൽ കുറെ ഫംഗ്ഷൻ അല്ലെ, ഫസ്റ്റ് ഫംഗ്ഷൻ phi naught of x, സെക്കൻഡ് ഫംഗ്ഷൻ phi 1 of x, തേർഡ് ഫംഗ്ഷൻ phi 2 of x എക്സെട്ര. ഇവിടെ നമ്മൾ ഒരു ഇന്റർവെല്ലാണ് ഓർത്തോഗണൽ ആണോ അല്ലേന്ന് പറയാം. അല്ലാതെ ഒരു സെറ്റ് മാത്രം ഓർത്തോഗണൽ എന്ന് പറയുന്നത് അതിന് മീനിങ് ഇല്ല. ഓർത്തോഗണൽ ആണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലിമിറ്റ് വേണം. ലിമിറ്റ് കൊടുക്കുമ്പോൾ ആ ഏതാണോ ഇന്റർവെൽ അതിന്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ആണ് എന്ത്, ഇന്റഗ്രലിന്റെ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഒരു സെറ്റ് എടുത്തു. ആ സെറ്റ് ക്ലോസ്ഡ് എ ബി എന്ന ഇന്റർവെല്ലിൽ ഓർത്തോഗണൽ ആണ്. ഈ ഇന്റർവെല്ലിൽ വരുന്ന ഒരു ഫംഗ്ഷൻ, ഇന്റഗ്രബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ എഫ് ഓഫ് എക്സിനെ നമുക്ക് എന്ത് എഴുതാം, ഈ രീതിയിൽ മാറ്റി എഴുതാം. അഥവാ ഓർത്തോഗണൽ സീരീസ് എക്സ്പാൻഷൻ. ആ ഏതാണോ ഈ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ, ആ ഇന്റഗ്രബിൾ ഫംഗ്ഷനെ നമുക്ക് ഇതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷനിലേക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ ഇത് തന്നെ പറയുന്നത്, ഏതൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സൈനിന്റെയും കോസിന്റെയും ടേംസിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അത്രയും സിമ്പിൾ ഡെഫിനിഷൻ ആണ് ഫൊറിയർ സീരീസ് എന്നുള്ളത്. ഓക്കെ, അതിലേക്ക് വരാം. ഇപ്പൊ പറയുന്നത് എന്താണ്, നമുക്ക് ഒരു ഓർത്തോഗണൽ സെറ്റ് കിട്ടി. ആ ഓർത്തോഗണൽ സെറ്റിൽ എന്താണ്, phi naught of x ഫസ്റ്റ് എലമെന്റ്, phi 1 of x സെക്കൻഡ് എലമെന്റ്, phi 2 of x തേർഡ് എലമെന്റ് എക്സെട്ര. അതിന് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം, phi n of x ഇങ്ങനെ എഴുതാം. അപ്പോൾ phi n of x പറഞ്ഞാൽ phi naught of x, phi 1 of x, phi 2 of x എക്സെട്ര. അപ്പോൾ തന്നിട്ടുണ്ട് ഈ സെറ്റ് എന്താണ്, ഓർത്തോഗണൽ സെറ്റ് ഓൺ എ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ഈ ഇന്റർവെല്ലില്
ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഈ ഇന്റർവെല്ലിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എഫ് ഓഫ് എക്സിനെ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാം. അഥവാ ഈ എഫ് ഓഫ് എക്സ് ഇതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആക്കി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, സം കോൺസ്റ്റന്റ് സി നോട്ട് ഇൻറ്റു phi naught of x plus c1 of x, c1 into phi 1 of x plus c2 into phi 2 of x plus etc. ഇതാണ് എന്ത് ഓർത്തോഗണൽ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ സി നോട്ട് c1 c2 ഇതെല്ലാം എന്താണ്, കോൺസ്റ്റന്റ് ആണ് അല്ലേ, വേർ സി നോട്ട് c1 c2 etc ആർ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ ഇന്റഗ്രേഷൻ ജസ്റ്റ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഫൈ എം ഓഫ് എക്സ് ഡി എക്സ് എന്ന് ചെക്ക് ചെയ്യാം. അഥവാ ഈ ഫംഗ്ഷൻ എടുത്തു നെക്സ്റ്റ് ഇതിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എടുത്ത് അത് വെച്ച് ഞാൻ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാൻ പോവാം. ദാറ്റ് ഈസ് ഇതിന്റെ മീനിങ് എന്താ, ഇന്നർ പ്രൊഡക്റ്റ് അല്ലേ, ഇ എഫ് ആൻഡ് ഫൈ എം ഓഫ് എക്സ്. ഇതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാം. എന്താണ് ഡെഫിനിഷൻ, ഇന്റഗ്രൽ എ ടു ബി ഫൈ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഫൈ എം ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഓഫ് എക്സ് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഞാൻ എങ്ങനെ എഴുതാൻ പോവാം, സി നോട്ട് ഫൈ നോട്ട് ഓഫ് എക്സ് പ്ലസ് സി വണ് ഫൈ വൺ ഓഫ് എക്സ് പ്ലസ് സി ടു phi 2 of x plus etc. അല്ലേ, നെക്സ്റ്റ് ഇൻറ്റു ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഇതേ ഇൻറ്റു ഫൈ എം ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഇന്റഗ്രൽ എ ടു ബി സി നോട്ട് ഇൻറ്റു ഫൈ നോട്ട് ഓഫ് എക്സ് ഫൈ എം ഓഫ് എക്സ് ഡി എക്സ് അല്ലേ, പ്ലസ് അഗെയിൻ ഇന്റഗ്രൽ എ ടു ബി സി വൺ ഓഫ് phi 1 of x phi em of x dx plus etc. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ ഈ ഫൈ എം എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സെറ്റിലെ ഒരു എലമെന്റാ അല്ലേ, ഇതിലെ നമ്മുടെ സെറ്റ് ഏതാണോ ആ സെറ്റിലെ ഏതോ ഒരു എലമെന്റ് ആണ് എന്ത്, ഫൈ എം ഓഫ് എക്സ്. അപ്പോൾ അത് വെച്ചെങ്ങാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളറിയാം ആ ഓർത്തോഗണൽ സെറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്, ഇതിന്റെ മീനിങ് എന്താ, ഫൈ നോട്ട് ഓഫ് എക്സ് ഫൈ എം ഒ, ഈ സി നോട്ട് നമുക്ക് 10 സ്റ്റെപ്പിൽ പുറത്തേക്ക് എടുത്തു, സി നോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, ഫൈ നോട്ട് ഓഫ് എക്സ് ഫൈ എം ഓഫ് എക്സ് ഡി എക്സ്. അടുത്തതോ സി വൺ ഞാൻ പുറത്തേക്ക് എടുത്തു, ബാക്കി എന്തുണ്ട്, ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി നെക്സ്റ്റ് സി ഫൈ 2 ഓഫ് എക്സ് അല്ലെങ്കിൽ ഫൈ 1 ഓഫ് എക്സ് ഫൈ എം ഓഫ് എക്സ് ഡി എക്സ് അല്ലേ, പ്ലസ് അടുത്തെന്തായിരിക്കും, സി ടു ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി ഫൈ 2 ഓഫ് എക്സ് ഇൻറ്റു ഫൈ എം ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതോ ഒരു സ്റ്റെപ്പിൽ ഈ ഫൈ എം തന്നെ ഇവിടെ വരും. കാരണം നമ്മൾ ഈ ഫൈ ഓർത്തോഗണൽ സെറ്റിൽ ഓരോ എലമെന്റ് ആണ് ഫൈ എം എടുത്തുള്ളത്. ഏതോ ഒരു സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതോ ഒരു എക്സ്പാൻഷനിൽ നമുക്ക് എന്ത് ചെയ്യും, സി ഇ എം ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി ഫൈ എം ഓഫ് എക്സ് ഇൻറ്റു ഫൈ എം ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തിന്റെ ഡെഫിനിഷനാ, ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇത് എന്തിന്റെ ഡെഫിനിഷനാ, ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് ഫൈ നോട്ട് കോമ ഫൈ എം ആ. ഇത് ഓർത്തോഗണൽ സെറ്റിൽ നിന്ന് എടുത്തുള്ള രണ്ട് എലമെന്റ് ആയതുകൊണ്ട് ഇത് സീറോ ആണ് അല്ലേ, കാരണം ഏത് രണ്ട് എലമെന്റ് ഇന്നർ പ്രൊഡക്റ്റ് സീറോ ആണ്, അതാണ് ഓർത്തോഗണൽ സെറ്റിന്റെ ഡെഫിനിഷൻ. അപ്പോൾ ഓർത്തോഗണൽ സെറ്റ് ആയതുകൊണ്ട് ഇത് സീറോ ആണ്, കാരണം 2m ആണ്, ഇത് സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ടേമും സീറോ വരും, ഒന്നൊഴികെ. ഏതൊഴികെ, ദാറ്റ് ഈസ് ഈ ഒരു ടേം ഒഴികെ, കാരണം ഇത് സെയിം എലമെന്റിന് വന്ന്, സെയിം എലമെന്റ് പറഞ്ഞാൽ നോം ആണ് അല്ലേ, നോം ആണ് ഇത് അല്ലേ. സെയിം എലമെന്റ് കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് യു ദിസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചേ, നോം യു, ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഡെഫിനിഷൻ. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് യു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ രണ്ട് സൈഡും റൂട്ട് എടുക്കുക അല്ലെ, ദാറ്റ് ഈസ് നോം യു സ്ക്വയർ. അപ്പൊ ഇതെന്താണ്, ഇത് ഇന്നർ പ്രൊഡക്റ്റ് സെയിം എലമെന്റ് കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താണ്.
Therefore നമുക്ക് ഇതിന് പകരം എങ്ങനെ എഴുതാം? സി എം നോം 5m ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ബാക്കി എല്ലാ ടേമും സീറോ ആയി. ബാക്കി ഈ ലെഫ്റ്റ് സൈഡിലെ എല്ലാ ടേമും ഇതെല്ലാം സീറോ ആയി, അതുപോലെ തന്നെ ഇതെല്ലാം സീറോ ആയി. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേ ഇന്നർ പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഇവിടെ എഴുതാം അല്ലേ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് 5m ഓഫ് എക്സ് ഡി എക്സ് അല്ലേ, ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ. അല്ലെങ്കിൽ ഏത് നമുക്ക് എഴുതാം, ഏത് നിങ്ങൾക്ക് എഴുതാം അല്ലേ. ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് 5n ഓഫ് എക്സ് അല്ലെങ്കിൽ 5m ഓഫ് എക്സ് ദിസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയേ? സി എം ഇന്റഗ്രൽ അല്ലേ, സി എം നോം 5m ഹോൾ സ്ക്വയർ, 5m ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈ സി എം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് സി എം ഈക്വൽ ടു എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് എഫ് 5m ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ നോം 5m ഹോൾ സ്ക്വയർ. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ എഫ് എന്നുള്ള എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് എന്താ നമ്മൾ ഡിഫൈൻ ചെയ്തേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി നോട്ട് 5 ഓഫ് എക്സ് പ്ലസ് ഫൈവ് നോട്ട് ഓഫ് എക്സ് പ്ലസ് C1 5 ഓഫ് എക്സ് പ്ലസ് C2 5 ഓഫ് എക്സ് പ്ലസ് എക്സെട്ര ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് അല്ലേ. പ്ലസ് സി എം 5m ഓഫ് എക്സ് പ്ലസ് എക്സെട്ര അല്ലേ. അതിലെ സി എമ്മിന്റെ ഡെഫിനേഷൻ നമുക്കറിയാം. അപ്പൊ ഇതിലെ സി നോട്ട് നമുക്കറിയാം. സി നോട്ട് എന്താണ്? എമ്മിന്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ മതി അല്ലേ. therefore സി നോട്ട് എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് എഫ് 50x ഡിവൈഡഡ് ബൈ നോം 50x ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് ഇൻറ്റു 5 നോട്ട് ഓഫ് എക്സ് അല്ലേ. ഇപ്പൊ സി നോട്ട് നമ്മൾ ഇത്രയും എഴുതി. എവിടെ നിന്നാ? ജനറലൈസ് ചെയ്ത് ഈ ഒരു ടേമിൽ നിന്ന് ജനറലൈസ് ചെയ്ത് എഴുതി. നെക്സ്റ്റ് C1 എന്താ? ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് 5 ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ നോം 5 ഓഫ് എക്സ്. ഇവിടെ വേണമെങ്കിൽ എക്സ് എഴുതാം. 5 നോട്ട് ഓഫ് എക്സ് ദാറ്റ് ഈസ് 5 ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു 5 ഓഫ് എക്സ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ C2 റീപ്ലേസ് ചെയ്യാം, C3 റീപ്ലേസ് ചെയ്യാം, എക്സെട്ര എല്ലാ ടേമിനെയും റീപ്ലേസ് ചെയ്യാം. therefore ഇത് നമുക്ക് ജനറലൈസ് ചെയ്ത് നമ്മൾ സിഗ്മ നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതാം അല്ലേ. ഇതിങ്ങനെ നീട്ടി വലിച്ച് എഴുതണമെന്നില്ല, നമുക്ക് സിഗ്മ നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? സമ്മേഷൻ സിഗ്മ എന്താണ് വാരി ചെയ്യുന്നത്? നമുക്ക് വേണമെങ്കിൽ എം അല്ലെങ്കിൽ n വാരി ചെയ്യാം. n 0 മുതൽ ഇൻഫിനിറ്റി വരെ പോണത്. ഓക്കെ, ഏതൊക്കെയാണ് 0? ഫസ്റ്റ് ടേമിൽ ഇത് 0, ഇവിടെ 0, ഇവിടെ 0. സെക്കൻഡ് ടേമിൽ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് ഓഫ് എക്സ് അല്ലെ. എഫിന് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് എഴുതിയാലും മതി, എഫ് ഓഫ് എക്സ്. അടുത്തത് ഇവിടെ നമ്മൾ വാരി ചെയ്യുന്നതാ അല്ലെ. ഇവിടെ 0, ഇവിടെ 1, അപ്പോൾ ഇവിടെ n എടുക്കാം. 5n ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ നോം 5n ഓഫ് എക്സ്. എന്താണ് n കൊടുത്തേ? n ഇവിടെ വാരി ചെയ്യുന്നുണ്ട് അല്ലേ, ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് പിന്നെന്താണ്? 5n ഓഫ് എക്സ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേ? ചുരുക്കി പറഞ്ഞു, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇത്രയും ടൈം ആയി, ഇത്രയും നമുക്ക് ലെങ്തി ആയി എന്നുള്ളൂ. നമുക്കൊരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നും കൂടി ചുരുക്കി പറയാം. നമുക്കൊരു ഓർത്തോഗണൽ സെറ്റ് കിട്ടി, അഥവാ ഒരു 5n ഓഫ് എക്സ് എന്ന സെറ്റ് കിട്ടി. ആ സെറ്റ് ഓർത്തോഗണൽ ആണ്. ദാറ്റ് ഈസ് 5 നോട്ട് ഓഫ് എക്സ് 5 ഓഫ് എക്സ് എക്സെട്ര ഈ എലമെന്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് എവിടെയാണ്? ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഈ തന്നിട്ടുള്ള സെറ്റ് ഓർത്തോഗണൽ സെറ്റ് ആണെങ്കിൽ ഈ ഇന്റർവെല്ലിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, ഒരു ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം എഫ് ഓഫ് എക്സ്. ആ എഫ് ഓഫ് എക്സ് ഇനെ നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. എന്താണ് ലീനിയർ കോമ്പിനേഷൻ? ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സിനെ നമുക്ക് സി നോട്ട് ഇൻറ്റു 5 നോട്ട് ഓഫ് എക്സ് പ്ലസ് C1 ഇൻറ്റു 5 ഓഫ് എക്സ് പ്ലസ് C2 ഇൻറ്റു 5 ഓഫ് എക്സ് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഇതിലെ സി നോട്ട് C1 C2 അല്ലെങ്കിൽ ജനറലി സി എം എന്താ എന്നാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തത്. വേർ സി എം ഈക്വൽ ടു, അതാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തത്. വേർ സി എം ഈക്വൽ ടു, ഇതാണ് സി എം. അഥവാ നമുക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ഒരു ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഫൊറിയർ സീരീസ് ആണ്. അതിന്റെ തൊട്ട് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് കംപ്ലീറ്റ് എടുക്കാം. ഈ ഒരു സെക്ഷനാണ് ഈ ഒരു അവറിൽ കംപ്ലീറ്റ് എടുക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ വെരി പ്യുവർ തിയറിയാണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, വേണമെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. എന്നിരുന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് ഓടിച്ചു പോവുകയാണ്. കാരണം നമുക്ക് ഫൊറിയർ സീരീസിൽ കംപ്ലീറ്റ് പ്രോബ്ലംസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ബോറിംഗ് ഉണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി പറയുന്ന കാര്യം, ഇതുവരെയുള്ള കാര്യം നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റീഡ് ചെയ്ത് പോവുക. Definition: a set of real valued function phi naught of x, phi 1 of x, phi 2 of x, etc. is said to be orthogonal with respect to a weight function. Weight function w of x on interval close interval a b if എന്താ പറയുന്നത്, നമുക്കൊരു ഓർത്തോഗണൽ സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ w of x എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഓർത്തോഗണൽ ഫംഗ്ഷൻ എ സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ phi naught of x, phi 1 of x, phi 2 of x is said to be orthogonal with respect to weight function. ഈ വെയിറ്റ് ഫംഗ്ഷന് റെസ്പെക്ട് ചെയ്തെങ്ങാണ്ട് ഈ സെറ്റിന് ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയണമെങ്കിൽ a set real valued function phi naught of x, phi 2 of x is said to be orthogonal with respect to x, with respect to weight function w of x എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, ഇന്റഗ്രൽ a to b w of x phi m of x phi n of x dx equal to 0 where m not equal to n. അഥവാ ഇതില്ലെങ്കിൽ എന്തായിരിക്കും, ഇതില്ലെങ്കിൽ ഓർത്തോഗണൽ സെറ്റ് അല്ലേ, ഇതില്ലെങ്കിൽ ദാറ്റ് ഈസ് ഇതില്ലെങ്കിൽ ഓർത്തോഗണൽ സെറ്റിന്റെ ഡെഫിനിഷൻ ആണ് ഏത് രണ്ട് ഫംഗ്ഷൻ എടുത്ത് അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് ആണ് ഇത്, അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഓർത്തോഗണൽ സെറ്റ് ആണ്. ഇനി ഒരു ഫംഗ്ഷൻ, ഒരു വെയിറ്റ് ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നു, അതിനെ റെസ്പെക്ട് ചെയ്ത് ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയണമെങ്കിൽ അതും കൂടി ഇവിടെ എഴുതി കഴിഞ്ഞാൽ അതും 0 ആയിരിക്കണം. ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇത് വെച്ചുള്ള കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്കില്ല. ഫോർ എക്സാമ്പിൾ തൊട്ടുമുമ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തു ഒരു സെറ്റ് ഉണ്ട് അല്ലേ, 1 cos x, cos 2x, cos 3x എക്സെട്ര അല്ലേ. ഈ സെറ്റ് എടുത്തപ്പോൾ നമ്മൾ w of x എന്താക്കി എടുക്കുക, 1 ആക്കി എടുക്കുക. w of x 1 ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്തായി, ഇന്റഗ്രൽ a to b ഏതായിരുന്നു നമ്മളെ ഇന്റർവെല് -π to π 1 ഇൻറ്റു ബാക്കി കോസ് ഏത് nx ഇൻറ്റു കോസ് mx ദിസ് ഈക്വൽ ടു ഇൻറ്റു dx ഈക്വൽ ടു 0 ആയിരുന്നു അല്ലേ. ദാറ്റ് ഈസ് ഇത് ഓർത്തോഗണൽ സെറ്റാണ്. ഓർത്തോഗണൽ സെറ്റ് ആണെങ്കിൽ ഇതിലെ ഏത് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമ്മൾ 1 എന്നുള്ള ഫംഗ്ഷനെ വെയിറ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കാം. അപ്പോൾ ഈ സെറ്റ് വിത്ത് റെസ്പെക്ട് ടു w of x ഈക്വൽ ടു 1 എന്താണ്, ദാറ്റ് ഈസ് ഓർത്തോഗണൽ സെറ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കൂടിയും ടോപ്പിക് ഉണ്ട്, അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ ആവശ്യം ഉണ്ടാവില്ല, എക്സാമിന് ആവശ്യം ഉണ്ടാവില്ല.